d square u by d theta square plus u is equal to gmm square by L square. Equation number 5. ഇത് നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെ ഉള്ള ഒരു ഇക്വേഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകുമ്പോൾ ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് വരിക. അപ്പോൾ നമുക്ക് ഒമേഗ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഈക്വലൻ്റ് ആയിട്ട് ഒരു ടേം വരുത്താനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. ലെറ്റ് us define ഒമേഗ ഇസ് ഈക്വൽ ടു യു മൈനസ് ജി എം 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 സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഈ ബാക്കിയുള്ള ടേം യു അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. യു മൈനസ് ജി എം എം എൽ എം സ്ക്വയർ ബൈ എൽ സ്ക്വയറിനെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇക്വേഷൻ 6 can be written as ഇക്വേഷൻ 6ഉം 5ഉം കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ഡി സ്ക്വയർ ഒമേഗ ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ഒമേഗ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ്റെ പോലെയായി. അപ്പോൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഈ ഒമേഗയുടെ ഇക്വേഷനും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ മൈനസ് തീറ്റ 0 എന്ന് വരും അതിൻ്റെ സൊല്യൂഷൻ. എയും തീറ്റ 0ഉം അവിടെ കോൺസ്റ്റൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ 6ൽ നിന്ന് ഒമേഗ അതായത് യു മൈനസ് ജി എം എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ മൈനസ് തീറ്റ 0 ഫ്രം ഇക്വേഷൻ 6 യു മൈനസ് ജി എം എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ മൈനസ് തീറ്റ 0. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ യു ഈസ് ഈക്വൽ ടു ജി എം എം സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് തീറ്റ 0. തീറ്റ മൈനസ് തീറ്റ 0. ഈ യു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ 1/r ആണ്. അപ്പോൾ r is equal to we already substituted 1/r is equal to u ആണ്. അതായത് ഇതിൻ്റെ റെസിപ്രോക്കലാണ് എന്തിന് ഈക്വലൻ്റ് ആണെന്ന് ആറിന് ഈക്വലൻ്റ്. r is equal to അപ്പോൾ എന്ത് വരും 1 ഈ ടേം ജി എം എം സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എ കോസ് തീറ്റ മൈനസ് തീറ്റ 0. നമുക്ക് ഈ 1+ എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാം. ഈ ഫാക്ടർ കൊണ്ട് ത്രൂ ഔട്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യുക. ജി എം എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്നുള്ള ടേം കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു എക്സെൻട്രിസിറ്റിയുടെ കോണിക് സെക്ഷനിൽ നമുക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പരിശ്രമിക്കുന്നത്. ഡിവൈഡിങ് ബൈ ജി എം എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു അപ്പോൾ മുകളിൽ ആ ടേം അപ്പോൾ എൽ സ്ക്വയർ ബൈ ജി എം എം സ്ക്വയർ എന്ന് വരും. ഡിനോമിനേറ്ററിൽ 1 + എ എൽ സ്ക്വയർ ബൈ ജി എം എം സ്ക്വയർ കോസ് തീറ്റ മൈനസ് തീറ്റ 0. This is equation number 7. Equation number 7. നമ്മൾ ഡിവൈഡ് ചെയ്തത് ഈ ഡിനോമിനേറ്ററിൽ ഈ ജി എം എം സ്ക്വയർ ബൈ എൽ ആ ടേമിനെ 1 ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടി ആർ ആസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ. ആർ തീറ്റയുടെ ഫങ്ഷനായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടി. ഇവിടെ എയും തീറ്റ 0 ഒക്കെ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇതൊരു ജനറൽ ഇക്വേഷനാണ്. 2 ബോഡി പ്രോബ്ലം ഇനിയിപ്പോൾ ഏത് ഷേപ്പ് ആയിക്കോട്ടെ നമ്മുടെ ട്രജക്ടറി അതായത് പാത്ത് ഫോളോഡ് ബൈ ദ പ്ലാനറ്റ് ഏത് ഫോമായാലും ഇപ്പോൾ സർക്കിൾ ആയിക്കോട്ടെ പരാബോള സർക്കിൾ പരാബോള
പിന്നെ നമ്മൾ പറഞ്ഞു എലിപ്സ്, ഹൈപ്പർബോള. ഇതിലേത് ഷേപ്പ് ആയാലും നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണം. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. കാരണം നമ്മുടെ പ്ലാനറ്ററി മോഷൻ മുഴുവൻ കെപ്ലർസ് ലോ അനുസരിച്ചിട്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കേസിൽ ഇ ഈസ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി ഉള്ളതാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഇ ഈസ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ ഈ നെഗറ്റീവ്. The motion is bounded and the particle oscillates radially between turning points R2 and R3. നമ്മുടെ എനർജി ഡയഗ്രത്തിൽ ഈ ഒരു ടേം ഇവിടെയാണ് E2 എന്ന് പറഞ്ഞ ഒരു എനർജി നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റുകൾ R2 R3 എന്നുള്ള പോയിന്റുകളുടെ ഇടയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ ആൻഡ് തീറ്റ 0 നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വാല്യൂ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്.